ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദ്വാദശഃ പാഠഃ, 12ാമത്തെ ലെസൺ. ദ്വാദശഃ പാഠഃ, അതിൻ്റെ പേരെന്താണ്? വീരാംഗന പന്നാഥായ. വീരാംഗന, അങ്കന സ്ത്രീ, വുമൺ. വീരയായ ധൈര്യശാലിയൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആര്? പന്നാഥായ. ആ ലേഡിയെക്കുറിച്ചാണ് ഈ ലെസൺ നമുക്ക് പഠിക്കുന്നത്. നോക്കിയോളൂ. പേജ് നമ്പർ 127. വീരാംഗന പന്നാഥായ. ഏഷാ ഭാരതഭൂമിഃ വീരാണാം ത്യാഗധനാനാം ഭൂമിഃ അസ്തി. സർവേ ഭാരതീയാഃ ഏഷാ ഭൂമിഃ അസ്മാകം മാതാ ഇതി വദന്തി. അഥർവവേദേ മാതാ ഭൂമിഃ പുത്രോഹം പൃഥിവ്യാഃ ഇതി ഉക്തം. ഏഷാ ഭാരതഭൂമിഃ വീരാണാം ത്യാഗധനാനാം ഭൂമിഃ അസ്തി. അസ്മിൻ വാക്യെ ക്രിയാപദം കിം? ആ വാക്യത്തിൽ ക്രിയാപദം ഏതാണ്? അസ്തി അല്ലേ? അസ് ധാതു. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അസ് ധാതുവാണ്, അതിൻ്റെ ലട്ടാണ് വർത്തമാനകാലം അല്ലേ? അപ്പോൾ ഭാരതഭൂമിഃ വീരാണാം ത്യാഗഭൂമിഃ. വീരാണാം ത്യാഗധനാനാം. ത്യാഗം അറിയാൻ, ത്യജിക്കുക എന്നുള്ളത്. പണ്ട് ശിവ ചക്രവർത്തികൾ ജീവൻ പോലും ത്യജിച്ച വ്യക്തിയാണ്. അപ്പോൾ ത്യാഗധനാനാം, ത്യാഗധനരുടെ, ധനാനാം എന്നുള്ളത് ഷഷ്ടി ബഹുവചനം. എന്ത്? അവരുടെ, ത്യാഗധനന്മാരുടെ ഭൂമിഃ, അവരുടെ ഭൂമി ആകുന്നു. ഏത് ഭൂമി? ഏഷാ ഭാരതഭൂമിഃ. ഏഷാ ഭൂമിഃ. ഏഷ എന്ന് പറയാൻ കാരണമെന്ന്, ഭൂമി എന്ന്, ഭാരതഭൂമി എന്നുള്ളത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ സ്ത്രീലിംഗമാകുമ്പോൾ ഏഷ പറയണം. ഇനി സ്പുല്ലിംഗമായിരുന്നെങ്കിലോ ഏഷഹയാണ്. ഏഷഹ, ഏഷഹ ഏതൗ ഏതേ. സ്ത്രീലിംഗമാകുമ്പോൾ ഏഷ ഏതേ ഏതാഹ എന്നാണ്. അപ്പോൾ ഏഷ ഭാരതഭൂമിഃ കീദൃശി, എങ്ങനെയുള്ളതായിരുന്നു? വീരാണാം ത്യാഗധനാനാം ഭൂമിഃ അസ്തി ആണ്. സർവേ ഭാരതീയാഃ ഏഷാ ഭൂമിഃ അസ്മാകം മാതാ ഇതി വദന്തി. മാതാ ഇതി വദന്തി. വദ് ധാതു. വദ് മീൻ ടു ടെൽ, പറയുക. വദതി വദതഃ വദന്തി. വദന്തി ബഹുവചനം വരാൻ കാരണം എന്താണ്? എല്ലാവരും പറയുന്നു. സർവേ ഭാരതീയാഃ ബഹുവചനമാണ് അല്ലേ? സർവേ ഭാരതീയാഃ, എല്ലാ ഭാരതീയരും. ഭാരതീയാഃ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഇൻ ഭാരത. ഏഷാ ഭൂമി, ഈ ഭൂമി. ഏഷാ ഭൂമി ഏതാണ്? ഭാരതഭൂമി. അസ്മാകം, ഇതൊക്കെ വന്ന കാര്യങ്ങളാണ്. അസ്മാകം, നമ്മുടെ. ഏതാണ്? അസ്മാകം മമ ആവയോഹോ അസ്മാകം. ഷഷ്ടി ഒക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. മമ ആവയോഹോ അസ്മാകം, നമ്മളുടെ. അസ്മത് ശബ്ദമാണ്. അസ്മാകം മാതാ ഇതി വദന്തി. അപ്പോൾ ഭാരതഭൂമി അസ്മാകം മാതാ ഇതി വദന്തി എന്നാണ് പറയുന്നത്. നമ്മുടെ അമ്മയാകുന്നു എന്നാണ്. അപ്പോൾ വദന്തി എന്നുള്ളതും ലട്ടാണ്, വർത്തമാനകാലം. അഥർവവേദേ മാതാഭൂമിഃ പുത്രോഹം ഇതി ഉക്തം. അഥർവവേദേ, വേദാഹ, വേദങ്ങൾ എത്രയാണ്? ചതുർവേദാഹ, 4 വേദങ്ങളാണുള്ളത് അല്ലേ? ഋഗ്വേദ, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഥർവവേദേ, അഥർവവേദത്തിൽ, അഥർവവേദേ എന്നുള്ളത് സപ്തമി ഏകവചനം. അഥർവവേദത്തിൽ മാതാഭൂമിഃ പുത്രോഹം, മാതാഭൂമിയാണ്. ഭൂമി മാതാ, നമ്മുടെ ഭൂമി ആരാണ്? നമ്മുടെ മാതാവാകുന്നു. പുത്രോഹം പൃഥിവ്യാഹ. പുത്രോഹം, പുത്രോഹം എന്ന് പറഞ്ഞാൽ പുത്രഃ പ്ലസ് അഹമാണ് പുത്രോഹം. പുത്രോഹം ഇവിടെ സിമ്പൽ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ എന്താ സിമ്പൽ കൊടുത്ത ഉദ്ദേശം? ഇവിടെ ആ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. പുത്രഃ പ്ലസ് അഹമാണ് പുത്രോഹം. അഹം ഇങ്ങനെ എഴുതാം. ഇത് മറ്റേ 0 അതും എഴുതാം. മാതാ ഭൂമിഃ, ഭൂമി മാതാവാകുന്നു നമ്മുടെ. പിന്നെയോ പൃഥിവ്യാഹ പുത്രോഹ അഹം. പൃഥിവ്യാഹ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. പൃഥിവി, പൃഥിവിയുടെ. ഷഷ്ടി ഏകവചനം. പൃഥിവിയുടെ, സ്ത്രീലിംഗമല്ലേ പുത്രി. പിന്നെ പൃഥിവി എന്നുള്ളത്. അപ്പോൾ പൃഥിവ്യാഹ പുത്രഃ അഹം പൃഥിവ്യാഃ പുത്രഃ. അഹം ഞാൻ പൃഥിവ്യാഃ പൃഥ്വിയുടെ പുത്രൻ.
ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അഥർവവേദത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതി ഉക്തം, ഇതി കിമുക്തം മാതാഭൂമി പുത്രോഹം പൃഥ്വ്യഃ ഇതി ഉക്തം. മാതൃഭൂമേः രക്ഷണാർത്ഥം ഭാരതീയാः സർവസ്വം അർപ്പിതവന്തः. ഭാരതഭൂമേः രക്ഷണാർത്ഥം, ഭാരതഭൂമേः അത് ഷഷ്ടി ഏകവചനമാണ്. ഭാരതഭൂമിയുടെ രക്ഷണാർത്ഥം, രക്ഷനായ, ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി നേഷൻ ഓഫ് ഭാരതഭൂമി, ഭാരതീയാः സർവസ്വം അർപ്പിതവന്തः. ഭാരതീയർ എന്ത് ചെയ്തു? സർവസ്വം അർപ്പിതവന്തः. അർപ്പിതവന്തः എന്നുള്ള ഏതാണ്? അർപ്പിതവന്തः ഇത് അതായത് പിന്നെ ഒരു ധാതുവിനോടുകൂടി കതവതു എന്നുള്ളൊരു പ്രത്യയം ചേർക്കും. കതവതു എന്നുള്ള പ്രത്യയം, ഇതാണ് കതവതു. തവതു പ്രത്യയം, കതവതു പ്രത്യയ. അത് ചേർക്കുമ്പോഴാണ് എന്ത് പറയുന്നത്? ഇപ്പം അർപ്പിതവന്തः അല്ലേ വന്നത്? അർപ്പിതവന്തः, അർപ്പിതവന്തः. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ തന്നെ അറിയാം ബഹുവചനമാണെന്നല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നെ ഇത് ഏകവചനം എങ്ങനെയായിരിക്കും? അർപ്പിതവാൻ, അർപ്പിതവാൻ, അർപ്പിതവാനാണ് അതിൻ്റെ ഏകവചനം. അതെന്താണ്? കതവതു എന്നുള്ള പ്രത്യയമാണ്. അപ്പോൾ അവിടെ എന്താണെന്നാണ് അത്? പിന്നെ ഭൂതകാലം, പാസ്റ്റ് ടെൻസിനെയാണ് കാണുക. ഭൂതകാല വിശേഷണങ്ങളായിട്ടാണ് വരുന്നത്. വിശേഷണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒന്നിനെ മോഡിഫൈ ചെയ്യുക, വിശേഷിപ്പിക്കുക. അപ്പോൾ വിശേഷിപ്പിക്കുന്നതാണ് വിശേഷണം. അപ്പം ഭാരതീയാः സർവസ്വം അർപ്പിതവന്തः, എല്ലാം അർപ്പിക്കുന്നവരാണ്. കേ ഭാരതീയാः കിമർത്ഥം, എന്തിനു വേണ്ടി? ഭാരതഭൂമേः രക്ഷണാർത്ഥം, ഭാരതഭൂമിയെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഏതാദൃശാനാം ഭാരതീയാനാം ഗണനായാം മഹിളാനാം പ്രഭൂതം യോഗദാനമസ്തി. ഏതാദൃശാനാം ഇതുപോലെയുള്ള ഭാരതീയാനാം ഭാരതീയരുടെ ഷഷ്ടി. അതുകൊണ്ടാണ് ഏതാദൃശാനം എന്ത് വന്നത്? ഷഷ്ടി വന്നത്. ഗണനായാം, ഗണന എണ്ണിത്തിട്ടപ്പെടുത്തുക, എണ്ണുന്നതിൽ. മഹിളാനാം പ്രഭൂതം യോഗദാനമസ്തി. മഹിളകൾക്ക് എന്താണ്? പ്രഭൂതം, ധാരാളം അവർ ധാരാളം സംഭാവനകൾ ചെയ്തിട്ടുണ്ട് മഹിളകൾ. അങ്ങനെയുള്ള മഹിളകൾ ധാരാളമുണ്ട് എന്ന് കാണിക്കുകയാണ്. ത്യാഗേ വീരതായാം ച മഹിളാः ശത്രു നിബർഹണാः ആസൻ. ത്യാഗേ, ത്യാഗം, ത്യാഗത്തിൽ. ത്യാഗം സ്വന്തം ജീവൻ പോലും ത്യജിക്കുക, അതല്ലേ പിന്നെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവരല്ലേ മിലിറ്ററി പട്ടാളക്കാരൊക്കെ. അതുപോലെ ഇവിടെ എന്താണ്? ത്യാഗേ, ത്യാഗത്തിൽ. വീരതായാം, അതുമാത്രമല്ല, വീരതായാം, വീരധൈര്യത്തിൽ, ധൈര്യത്തിലും ച, അത് രണ്ടിലും. ഏത് രണ്ടിലും? ത്യാഗത്തിലും ധൈര്യത്തിലും. മഹിളാः ശത്രു നിബർഹണാः, മഹിളാः ലേഡീസ്, സ്ത്രീകൾ. ശത്രു നിബർഹണാः, എന്താ നിബർഹണ എന്ന് പറഞ്ഞാൽ? ശത്രുവിനെ നിബർഹണ, ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പം ശത്രുവിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ എന്താണ്? എനിമിയെ ഡിസ്ട്രോയ് ചെയ്യുന്നതിൽ മിടുക്കരാണ്. ആസൻ, 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 അസ്തിസ്തഹ സദ്യ നിങ്ങൾ പഠിച്ചതല്ലേ. അതിൻ്റെ അത് ലട്ട്, പിന്നെ പാസ്റ്റ് ടെൻസ് വരുന്നതാണ്. എന്താണ് പാസ്റ്റ് ടെൻസ് ആണ്? എന്ത് വരുന്നത്? ആസീത്, ആസ്താം, ആസൻ. ആസീത്, ആസാം, ആസ്താം, ആസീത്, ആസ്താം, ആസൻ. ഇതാണ് പ്രഥമ പുരുഷൻ. എന്താ ഇത്? ലങ് ആണ്. ഇത് ലങ് ആണ്. ലങ് ഷോസ്, ലങ് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ ശത്രു നിബർഹണാഹ ആസൻ. കേ അല്ല കാഹ, ആരാണ് ശത്രു നിബർഹണായിട്ടുള്ളവർ? വീരതായ മഹിളാഹ, മഹിളാഹ. കീദൃശി മഹിള, ഏത് തരത്തിലുള്ള മഹിളകളാണ്? ത്യാഗേ വീരതായാം ച മഹിളാഹ ശത്രു നിബർഹണാഹ, ശത്രു നിബർഹണയിൽ ഉള്ള സ്ത്രീകൾ. ആസൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബഹുവചനമായതുകൊണ്ടാണ് ഇവിടെ ആസൻ വന്നത്. ഏതാദൃശേഷു വീരാംഗനാസു രാജസ്ഥാനസ്യ പന്നാധായ കാചിത് വിശിഷ്ട വീരാംഗന ആസീത്.
അവിടെയും അസ്മിൻ വാക്യേ അഭി ആസീദാണ്. എന്താണ് ആസീദാണ്? എന്താ അവിടുത്തെ വെർബക്രിയ. അപ്പം കാസീദ് വീരാംഗന ആസീദ്, വിശിഷ്ട വീരാംഗന, വിശിഷ്ടയായിട്ടുള്ള വീരാംഗന ഉണ്ടായിരുന്നു. കാജിദ് ഒരു വിശിഷ്ടയായിട്ടുള്ള വീരാംഗന ഉണ്ടായിരുന്നു. തസ്യാഹ നാമക്കിം, അവളുടെ പേരെന്താണ്? പന്നാഥായ. കുത്ര, എവിടെയാണത്? രാജസ്ഥാനിൽ അറിയാലോ രാജസ്ഥാൻ. അവിടെ ഏതാദൃശീഷു വീരാംഗനാസു, നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള വീരാംഗനകളിൽ രാജസ്ഥാനസ്യ പന്നാഥായ കാചിത് വിശിഷ്ട വീരാംഗന ആയിരുന്നു. ഏഷാ സാഹസസ്യ ത്യാഗസ്യ നിഷ്ഠായാഹ ച അദ്വിതീയാഹ മൂർത്തിഃ ആസീത്. സാ മൂർത്തിഃ ആസീത്. എന്തിൻ്റെ മൂർത്തിയാണ്? ത്യാഗസ്യ സാഹസസ്യ ത്യാഗസ്യ. സാഹസം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ഇപ്പോൾ എടുത്തു ചാടി ഓരോന്നും ചെയ്യുക, പെട്ടെന്ന് എല്ലാം ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക, അതാണ് എന്താണ് സാഹസ. പിന്നെ അതുപോലെ ത്യാഗം നേരത്തെ പറഞ്ഞു, ത്യാഗസ്യ. പിന്നെ നിഷ്ഠായാഹ, എല്ലാത്തിനും ഒരു നിഷ്ഠയുണ്ട്, അങ്ങനെയുള്ള. അപ്പം ഈ 3 കാര്യങ്ങളാണ്. അപ്പം ഏഷ എങ്ങനെയൊക്കെയുള്ളതാണ്? ത്യാഗസ്യ, പിന്നെ സാഹസസ്യ, നിഷ്ഠായാഹ ച അദ്വിതീയ മൂർത്തി. അദ്വിതീയ എന്ന് പറഞ്ഞാൽ എന്താ? അദ്വിതീയ, രണ്ടാമതൊന്നില്ല, അതായത് പ്രഥമ സ്ഥാനം, ഫസ്റ്റ് എന്നുള്ളത്, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു പന്നാഥായ. മൂർത്തി ആസൻ, അവിടെ ആസീത്, മൂർത്തി ആസീത്. അസ്മിൻ പാഠേ തസ്യാഹ ത്യാഗസ്യ പരാക്രമസ്യ ച വർണ്ണനം കൃതം. അസ്മിൻ പാഠേ, കസ്മിൻ പാഠേ, ഈ പാഠത്തിൽ അസ്മിൻ പാഠേ തസ്യാഹ ത്യാഗസ്യ, തസ്യാണെങ്കിൽ പുല്ലിംഗം വരും. തസ്യാഹ അവളുടെ, ആരുടെ? പന്നാഥായാഹ. ത്യാഗസ്യ പരാക്രമസ്യ, ത്യാഗത്തിൻ്റെയും പരാക്രമസ്യ ച വർണ്ണനം കൃതം. ഈ പാഠത്തിൽ ത്യാഗത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും വർണ്ണനം കൊടുത്തിട്ടുണ്ട്. ഏഷ ഇതിഹാസസ്യ സ്വർണിമാക്ഷരൈഃ ലിഖിത ഘടന അസ്തി. ഷി അവൾ. ഇതിഹാസത്തിൻ്റെ സ്വർണിമാക്ഷരൈഃ, സ്വർണിമെന്ന് സ്വർണ്ണത്തുള്ള അക്ഷരം, ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ലിഖിത ഘടനാസ്തി, അങ്ങനെ എഴുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ പന്നാഥായ. അത് മനസ്സിലായി. അപ്പോൾ ആ പന്നാഥായയെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പം പേജ് നമ്പർ 128 ആണ് വീരാംഗന പന്നാഥായയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഷോഡശേ ശതകേ മേവാട നഗരെ മഹാറാണ സംഗ്രാമസിംഹഃ ഇതി സുവിഖ്യാതഃ മഹാരാജः ആസീത്. തസ്യ ദ്വൗ പുത്രൗ വിക്രമാദിത്യഃ ഉദയസിംഹഃ ച ആസ്താം. മഹാറാണ സംഗ്രാമസിംഹസ്യ ഭ്രാതാ പൃഥ്വീരാജः. ബൻവീരः പൃഥ്വീരാജസ്യ അഷ്ടാദശസു പുത്രേഷു അന്യതമഃ. അപ്പം ഷോഡശേ ശതകേ മേവാഡ് നഗരെ മഹാറാണ സംഗ്രാമസിംഹ ഇതി സുവിഖ്യാത മഹാരാജः ആസീത്. അസ്മിൻ വാക്യേ ക്രിയാപദം ആസീത്, അതാണ് ആസീത്. പ്രഥമ പുരുഷനാണ് ആസീത്, അസുധാതു, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ലങ്. കഹ ആസീത്? മഹാരാജः ആസീത്, മഹാരാജാവ് ഉണ്ടായിരുന്നു. തസ്യ നാമ കിം? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സംഗ്രാമസിംഹഃ. കുത്ര ആസീത്? എവിടെയായിരുന്നു? മേവാഡ് നഗരത്തിൽ, ഒരു പ്ലേസിൻ്റെ പേരാണ്. മേവാഡ് നഗരെ സംഗ്രാമസിംഹഃ ഇതി കീദൃശഃ രാജ? സുവിഖ്യാതഃ പ്രസിദ്ധനായ ഫേമസ് ആയിട്ടുള്ള മഹാരാജാവ് ഉണ്ടായിരുന്നു. കഥാ? എപ്പോൾ? വെൻ? ഷോഡശേ ശതകേ. ഷോഡശ എത്രയാണ്? 16. ശതകം സെഞ്ചുറി. അപ്പോൾ 16th സെഞ്ചുറി മേവാഡ് നഗരെ മഹാറാണ സംഗ്രാമസിംഹ ഇതി സുവിഖ്യാതഃ മഹാരാജः ആസീത് ഉണ്ടായിരുന്നു.
തസ്യ ദ്വൗ പുത്രൗ വിക്രമാദിത്യഃ ഉദയസിംഹഃ ച ആസ്താം. അവിടെ എന്താ പിന്നെ ക്രിയ? ആസ്താം. ഇവിടെ ആസീത് കഴിഞ്ഞ ആസ്താം ദ്വിവചനം വന്നു. ദ്വിവചനം വരണമെങ്കിൽ രണ്ടെണ്ണം കാണിക്കണമല്ലേ. അപ്പോൾ ഇവിടെ എന്തോന്നാണ്? കൗ ആസ്താം ആരൊക്കെയായിരുന്നു? വിക്രമാദിത്യഃ ഉദയസിംഹഃ ച ആസ്താം. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. കൗ അവരാരാണ്? അത് സംഗ്രാമസിംഹസ്യ ദ്വൗ പുത്രോ, രണ്ട് പുത്രന്മാരാണ്. സംഗ്രാമസിംഹ മനസ്സിലായല്ലോ. കസ്യ സംഗ്രാമസിംഹസ്യ സംഗ്രാമസിംഹത്തിൻ്റെ ദ്വൗ പുത്രോ, രണ്ട് പുത്രന്മാർ. ദ്വൗ പുത്രോ ദ്വിവചനമായതുകൊണ്ടാണ് ദ്വൗ അന്ന് തന്നെ വേണം. ദ്വൗ പുത്രോ രണ്ട് പുത്രന്മാർ. തയോഹോ നാമ എന്തൊക്കെയാണ് അവരുടെ പേരുകൾ? വിക്രമാദിത്യഃ ഉദയസിംഹഃ. മനസ്സിലായില്ലേ? മഹാറാണ സംഗ്രാമസിംഹസ്യ ഭ്രാതാ പൃഥ്വിരാജഃ. ഇനി സംഗ്രാമസിംഹ മഹാരാജാവായിട്ടുള്ള മഹാറാണ സംഗ്രാമസിംഹസ്യ, സിംഹത്തിൻ്റെ ഷഷ്ടി ഏകവചനം, അദ്ദേഹത്തിൻ്റെ ഭ്രാത ബ്രദർ പൃഥ്വിരാജ. ബ്രദറിൻ്റെ പേരാണ് പൃഥ്വിരാജ. ബൻവീരഃ പൃഥ്വിരാജസ്യ അഷ്ടാദശസു പുത്രേഷു അന്യതമഃ. ബൻവീരഃ നെയിം ഓഫ് ഒരാളുടെ പേര്. പൃഥ്വിരാജസ്യ അഷ്ടദശസു പുത്രേഷു അന്യതമഃ. അപ്പം പൃഥ്വിരാജന് കതി പുത്രാഹ ആസൻ. എത്ര പുത്രന്മാരുണ്ടായിരുന്നു? അഷ്ടാദശസു. അഷ്ടാദശ എന്ന് പറഞ്ഞാൽ 18. അഷ്ടാദശസു അതിൽ 18കളിൽ അന്യതമ ഒരാളാണ്. അതിൽ ഒരാളാണ് ആര്? കഹ ബൻവീരഃ. അപ്പോൾ ഒന്നും കൂടെ സംഗ്രാമസിംഹസ്യ ദ്വൗ പുത്രോ ആരൊക്കെയാണ് അവർ? വിക്രമാദിത്യഃ ഉദയസിംഹഃ. ഇനി പൃഥ്വിരാജഃ കഹ? പൃഥ്വിരാജൻ ആരാണ്? സംഗ്രാമസിംഹസ്യ ഭ്രാത. തസ്യ കതി പുത്രാഹ എത്ര പുത്രന്മാരുണ്ടായിരുന്നു? അഷ്ടാദശ പുത്രാഹ ആസൻ. അവിടെ അന്യതമഃ കഹ? അതിൽ അന്യതമഃ കഹ ആരാണത്? ബൻവീരഃ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ പിന്നെ ഇതിപ്പോൾ നല്ലോണം പഠിക്കും. ഇതിനകത്ത് കൂടുതൽ വരുന്ന ഇതാണ് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത്. അസുധാതുവിൻ്റെ ലങ് ആസീദ് ആസ്താം ആസൻ. പ്രഥമപുരുഷൻ വന്നു. മധ്യപുരുഷൻ ആസീഹി ആസ്തം ആസ്ത. ഉത്തമപുരുഷൻ ആസം ആസ്വ ആസ്മ. ഇപ്പം സഹ ആസീദ്, ബൻവീരഃ ആസീദ് എന്നൊക്കെ പറയില്ലേ? ആസ്ത രണ്ടുപേരാണ് ഇത്. ഇതാണെങ്കിലോ ത്വം ആസീഹി, ത്വം ആസീഹി നീ ഉണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇനി ഇവിടെയാണെങ്കിലോ അഹമാസം ഞാൻ ഉണ്ടായിരുന്നു, ആവാമാസ്വ വയമാസ്മ. ഈ രീതിയിലാണ് വരുന്നത്. അപ്പം എങ്ങനെ നോക്കിക്കോളൂ. അപ്പം മേവാഡ് നഗരസ്യ മഹാരാജ കഹ ആരായിരുന്നു? സംഗ്രാമസിംഹ. തസ്യ ദ്വൗ പുത്രൗ കൗ ആരൊക്കെയാണ് ദ്വൗ പുത്രന്മാർ? വിക്രമാദിത്യഃ ഉദയസിംഹഃ. സംഗ്രാമസിംഹസ്യ ഭ്രാതാ കഹ? ആരാണ് ഭ്രാത? പൃഥ്വിരാജഃ. തസ്യ കതി പുത്രാഹ ആസൻ എത്ര പുത്രന്മാരുണ്ടായിരുന്നു? അഷ്ടാദശ പുത്രാഹ. തേഷാം അന്യതമഃ കഹ? അതിൽ ഒരാൾ ആരായിരുന്നു? ബൻവീരഃ. ഇത്രയുമാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.